മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല. പ്രധാനമായും ഓരോ വർഷവും നമ്മൾ പഴയതിൽ നിന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 100 കോടി ക്ലബ്ബ് അങ്ങനെ ആ ഒരു രീതിയിലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മാത്രം വിജയിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇറങ്ങിയ ലോക അല്ലെങ്കിൽ തുടരും അത്തരത്തിൽ വലിയ ബഡ്ജറ്റിൽ ചെയ്ത സിനിമകളാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. അല്ലാതെ ഒരുപാട് സിനിമകൾ വന്നു പോകുന്നുണ്ട് മലയാളത്തിൽ. പക്ഷേ അതൊന്നും തന്നെ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം ഇപ്പോൾ താരകേന്ദ്രീകൃതമായ സിനിമകളുടെ കാലവും കഴിഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുന്നത്. കണ്ടന്റ് നല്ലതാണെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കുന്നുള്ളൂ. മറ്റേ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ താരകേന്ദ്രീകൃതമായ സിനിമകൾ ഇപ്പോൾ മമ്മൂട്ടി സിനിമ, മോഹൻലാൽ സിനിമ, ദിലീപ് സിനിമ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്യപ്പെട്ട നടന്മാരുടെ സിനിമകൾ എന്ന രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതുമുഖങ്ങളുടെ സിനിമകളൊക്കെ ധാരാളമായി വരുന്നുണ്ട്. പക്ഷേ അത് ഏറെക്കുറെ 90% സിനിമകളും വിജയിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മലയാള സിനിമ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് ഒരു സിനിമ എടുക്കുന്നത്. കാരണം അത്രയധികം നഷ്ടത്തിലേക്ക് ഊപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ. നമുക്ക് ഈ വർഷത്തെ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് സാമ്പത്തിക വിജയം നേടിയത്. ചിലതാകട്ടെ വൻ വിജയം തന്നെ നേടുകയുണ്ടായി. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ പിറന്ന തുടരും എന്ന സിനിമ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത് വന്ന ലോക എന്ന സിനിമ, കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച ആ സിനിമ 300 കോടി ക്ലബിലേക്ക് കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് പല സിനിമകളും ഇത്തരത്തിൽ വൻ പരാജയത്തിലേക്ക് പോകുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. ഇത് മലയാള സിനിമയ്ക്ക് അത്ര നല്ല പ്രവണതയായി കാണാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ OTTയുടെയും ആ ഒരു പ്രസക്തി ഇപ്പോൾ നഷ്ടമായി. നമുക്കറിയാം കൊറോണ കാലത്താണ് ഈ OTT വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് വ്യാപിച്ചത്. പക്ഷേ ഇപ്പോൾ OTTയിലൂടെ സിനിമ കാണുന്നതിൻ്റെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ആ OTT നിരക്കിലും വ്യത്യാസം വന്നിട്ടുള്ളതാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മലയാള സിനിമ ഒരു തകർച്ചയുടെ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ രക്ഷിക്കാനായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. നല്ല കണ്ടന്റുകൾ സിനിമകളാക്കണം. അതോടൊപ്പം തന്നെ മലയാളത്തിലെ നടന്മാരൊക്കെ തന്നെ മറ്റു ഭാഷകളിലേക്ക് പോകുന്ന രീതികളും കാണുകയാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി ഓരോരുത്തരും അവരവരുടെ സിനിമ അവരവർ തന്നെ നിർമ്മിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതൊക്കെ തന്നെ മലയാള സിനിമയെ ഒരു തകർച്ചയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്.